ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമല്ലോ, മഹാലക്ഷ്മിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇപ്പം ബിഷപ്പ് വന്നിരുന്ന് സംസാരിച്ചത് ഒരു ഇൻ്റർവ്യൂവിലൂടെ. അപ്പോൾ ഇപ്പം നാട്ടുകാർക്കും ഈ മഹാലക്ഷ്മിയെക്കുറിച്ചൊന്നും പറയാനില്ലേ? കാരണം ഒരു ക്രിസ്ത്യൻ മതം സ്വീകരിക്കാത്തൊരു വ്യക്തിയെ കൊണ്ട് നിന്ന് അത് പല ഉഡായിപ്പുകളും പല കേസുകളും നടത്തുന്ന ഒരു എന്താ പറയുക, ആ പുള്ളി സ്വന്തമായിട്ടുണ്ടാക്കിയൊരു പള്ളിയാണത്. ആ പള്ളിയിൽ കൊണ്ടുവന്ന് പുള്ളീനെ, അതും ആ പള്ളി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്, ഗവൺമെൻറ് സീൽ ചെയ്തിരിക്കുകയാണ്. അവിടെ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ, മതപരമായ ചടങ്ങുകൾ നടത്താനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നടത്താൻ പാടില്ല എന്ന രീതിയിൽ ഗവൺമെൻറ് സീൽ ചെയ്തിരിക്കുന്ന ഒരു പള്ളിയും കൂടെയാണ്. ആ പള്ളിയിൽ അച്ഛനുമായിട്ട് ഇവൾ കൂട്ടുകൂടിയിട്ടാണ് ആ പള്ളിയിൽ കൊണ്ടുവന്ന് ഈ പുള്ളീനെ, ഒരു ക്രിസ്ത്യൻ മതം സ്വീകരിക്കാത്ത സുധീനെ കൊണ്ടുവന്ന് അടക്കിയത്, ഇല്ലെങ്കിൽ അന്ത്യവിശ്രമം നൽകിയത്. അന്നേരം ഒരു ഹിന്ദുവായിരുന്നൊരു വ്യക്തിയായിരുന്നു, ആ ഹിന്ദു ആചാരപ്രകാരം തന്നെ ജീവിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി തന്നെയാണ് സുധിച്ചേട്ടനെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പം ആ പുള്ളിക്കാരൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു. അമ്മയോട് ചോദിക്കാമായിരുന്നു. കാരണം തീർച്ചയായിട്ടും അവരുടെ മകനെ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയുടെ അനുവാദം ചോദിക്കണമായിരുന്നു. മകൻ്റെ അനുവാദം ഉണ്ടെന്ന് എപ്പോഴും ഈ രേണുസുതി പല ഇൻ്റർവ്യൂവിലും ഇരുന്ന് ഈ മഹാലക്ഷ്മി ഇങ്ങനെ ഭാവോരെ ഞാൻ ചോദിക്കട്ടെ, ആ കൊച്ചുകുട്ടിക്ക് എന്ത് ഇത് പറയാനാണ്? അന്ന് ആ പുള്ളി മരിക്കുന്ന സമയത്ത് ഈ പുള്ളിക്ക്, ഈ പയ്യന് പ്രായപൂർത്തിയായോ എന്ന് പോലും അറിയില്ല. ആ കുട്ടി പറയുന്നത് ചെയ്തതെന്ന് പറയുമ്പോൾ എന്ത് വിവരക്കേടാണ് ഇവരിന്നോട് പറയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം ബിഷപ്പ് എല്ലാം വെച്ചടി ഓരോരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ ബിഷപ്പിനോട് ചോദിക്കുന്നുണ്ട്, ബിഷപ്പിനെ കുറിച്ചും ഇങ്ങനെ അപവാദങ്ങൾ പടരുന്നു ഈ രേണുവിനെയും കുറിച്ച്. അന്നേരം ഞാൻ ചോദിക്കുകയാണ്, പുള്ളി ഒരു ബിഷപ്പാണ്, പുള്ളി ഒരു വലിയ ഒരു പള്ളിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാം, നമ്മൾ അറിയാത്ത കാര്യം പറയാൻ പോരുത്. ബിഷപ്പാണ് എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതിൽ ആ ഒരു വ്യക്തിനെയൊക്കെ കുറിച്ച് ഇങ്ങനെ തോന്നിവാസങ്ങൾ പറയുന്ന ആൾക്കാരോട് പറയണം, അതൊക്കെ വളരെ മോശമാണ്. ഈ രേണുവിൻ്റെ വായിന്ന് കേട്ടോണ്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും പറയരുത്. കാരണം മോശം വർത്തമാനം തന്നെയെന്ന് പറയാം. പിന്നെ ഈ മഹാലക്ഷ്മി ഈ കാണിച്ചു കൂട്ടിയ പ്രവർത്തികളൊന്നും ഈ അമ്മ പൂജാരി അറിഞ്ഞില്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഭയങ്കര ഇതാക്കിയാണ് സംസാരിച്ചത്. പല ഇന്ത്യയിൽ ജീവിക്കണ്ടേ, അതൊരു 100 ഗ്രാം, അത്രയും ഒരു ഗ്രാമേ ഉള്ളു, എന്തൊരു ഗ്രാമും കൂടെ പറയുന്നുണ്ടായിരുന്നു. അതിനെ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞാൽ താങ്ങാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ ഇവരോട് പറയുകയാണ്, ആരും വന്ന് കല്ലെറിഞ്ഞതല്ല. കാരണം പുള്ളിക്കാരി തന്നെ ചെന്ന് പറഞ്ഞ് മേടിച്ചതാണ് ഈ കല്ലൊക്കെ. അല്ല ചുമ്മാ പോകുന്ന കല്ലെടുത്ത് ആരും എറിഞ്ഞിട്ടില്ല, അത് 100% പറയാം. അന്നേരം ഈ മഹാലക്ഷ്മിയെ എന്ന് സംബോധന ചെയ്ത വ്യക്തിയോടെ ഞാൻ പറയുന്നത്, ആരും ഈ മഹാലക്ഷ്മി ആരും കല്ലെറിയാൻ നിന്നല്ല. മഹാലക്ഷ്മിയുടെ നാക്ക് ശരിയല്ലാത്തതുകൊണ്ട് മാത്രമാണ് മഹാലക്ഷ്മി ഈ നാട്ടുകാർ മൊത്തവും കല്ലെറിഞ്ഞത്. ഉറപ്പായിട്ടും പറയാണ്. കാരണം അവരെ നാക്ക് നല്ലതായിരുന്നെങ്കിൽ ആരും കല്ലെറിയും. ഇപ്പോൾ ഞാൻ ചെയ്യട്ടെ, എത്രയോ സ്ത്രീകൾ സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ വലിയ ലെവലെത്തിയിട്ടുണ്ട്. ഇവരെ മാത്രം എന്താ ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത്? അതെപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ? അന്നേരം ഇവരെ കയ്യിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് മാത്രമല്ലേ ഈ ആൾക്കാർ ഇങ്ങനെ ഇവരെ ഫോളോ ചെയ്യുന്നത്? ഇപ്പം തന്നെ നമ്മൾ എല്ലാം ഓരോ കാര്യം കേൾക്കുമ്പോൾ എന്ത് വിഷമം ഉണ്ടാവുന്നത്. കാരണം ഒരു ഹിന്ദുവായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഒരു രീതിയിലും ചെയ്യാതെ, ഒരു ക്രിസ്ത്യാനി പോലും ആക്കാതെ ആ പുള്ളിയെ കൊണ്ടുവന്ന് ആ പുള്ളിയുടെ ആത്മാവതൊക്കെ സഹിക്കുമോ? ഒന്ന് ആലോചിച്ചൊക്കെ. ക്രിസ്ത്യൻ പള്ളിയിൽ കൊണ്ടുവന്ന് ആ കബറിൽ കയറ്റി അവിടെ വെച്ചു. ഒന്ന് ആലോചിച്ചൊക്കെ, എന്ത് മോശമാണ് ആ ചെയ്തിരിക്കുന്നത്. അന്നേരം ഇവർ ചെയ്ത എല്ലാം നല്ലതാണോ എന്ന്, ഈ മഹാലക്ഷ്മി ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നല്ലതാണോ എന്ന് ഈ അമ്മ തമ്പുരാട്ടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കാരണം മഹാലക്ഷ്മിയായിട്ട് പൊതുപ്രദർശനം പറഞ്ഞ വ്യക്തിയാണ്. കാരണം പറയുമ്പോൾ ഒരു ഇതും വാക്കുകളൊക്കെ വേണമല്ല. ഇവർക്ക് എന്ത് കാര്യമാണ് മഹാലക്ഷ്മി ഇവരെ പറയാൻ? പിന്നെ ലോകത്തുള്ള ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ വെറും അലന്നതോ? ഇതങ്ങ് മഹാലക്ഷ്മിയായി മണ്ടയിലോട്ട് കയറിയാൽ. അന്നേരം എനിക്ക് പറയാനുള്ള ഇതാണ്, കാരണം ഇവർ ചെയ്തിരിക്കുന്ന പ്രവർത്തികളും ഭയങ്കര മോശം രീതികളാണ് ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത്. ഈ സ്ത്രീ ഇപ്പോഴും ഒന്നിൻ്റെ പുറകെ ഒന്നും അവർക്ക് ജീവിക്കാൻ. ഇപ്പം ആ ബിഷപ്പ് പറഞ്ഞു, ഇവർ മാസത്തെ അവൾ ആ വീട്ടിലും കാണാറേ പോലും ഇല്ലെന്ന്. അന്നേരം ആ ഋതപ്പൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവരിങ്ങനെ ഷൂട്ടായ ഷൂട്ടിലും മുടിയും നീട്ടിയിട്ട് ഡ്രസ്സും കാണിച്ച്, ഇപ്പം പുതിയ വെള്ളാരം കണ്ണുള്ള രേണു, ഈ പുള്ളിക്കാരി ലെൻസ് വെച്ചിട്ട് വന്നിട്ടാണ് പറയുന്നത് വെള്ളാരം കണ്ടു. ഇതിൻ്റെ പുറമെ കുറേ
ഓഞ്ഞ മീഡിയക്കാരും ഉണ്ട്, ഉള്ള സത്യം പറയാം. ഇതൊക്കെ കണ്ട ആരായാലും പറഞ്ഞു, ആരും കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല. ചിലവർ പറയാം അവർക്ക് അസൂയ ഇത്, അതൊന്നും അല്ല. കാരണം ഇങ്ങനെയുള്ള കോലം കൊത്തുകളും വേറെയുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കിത് പറയണമെന്ന് തോന്നും. അങ്ങനെയാണ് എല്ലാവരും ഇവരെ ഇങ്ങനെ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നത്. അല്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഈ സ്ത്രീ എന്ത് മോശപ്പെട്ടതായിപ്പോയി ഇങ്ങനത്തെ രീതിയൊക്കെ കാണിച്ചു കൂട്ടാൻ. ഇല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെല്ലാം അവിടെ ചേർന്നൊരു വീട് വെച്ച് കൊടുത്ത് എന്താ അന്തസ്സായിട്ട് ഇവർക്ക് ജീവിക്കാം. ഞാനൊരു വിധവ ആയതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? നിങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് വിധവ, ഇഷ്ടം പോലെ ഉണ്ട് പെണ്ണുങ്ങൾ. നിങ്ങളത് ആലോചിക്കുക. അവരൊക്കെ ഈ ലോകത്ത് തന്നെ ജീവിച്ചത്. ഒരു രേണുസുതി മാത്രമല്ല, ഈ സുധിച്ചേട്ടൻ്റെ വേറൊരു ഭാര്യ, അവർ വേറെ കല്യാണം കഴിച്ചിടോ എന്നറിയാം, അവരും നിലവിലിരുന്നെങ്കിൽ അവരും വിധവ തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ സ്ഥാനത്ത് അവരായിരുന്നു ഇരിക്കേണ്ടത്. എന്തോ ഇൻഷുറൻസിൻ്റെ പേര് അത് ഇതെല്ലാം പറഞ്ഞു. ഈ സ്ത്രീക്ക് എന്താ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് തലയ്ക്ക് പിടിച്ച് എന്തോ പ്രശ്നമായതാണ്, അങ്ങനെ തന്നെ പറയാം. കാരണം ഇവർ ഒന്നിനൊന്നിനാണ് ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഒരു 3-5 മണിക്കൂറാണ് ആ പുള്ളിയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ട്. എന്ത് മോശമായിപ്പോയി, സീരിയസ്ലി പറയാണ്. രേഷ്മ തങ്കച്ചൻ, ഈ രേണുസുതി എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര പേരാവുന്നേ? രേഷ്മ തങ്കച്ചൻ, രേണുസുതി, വാവാച്ചി, പിന്നെ അതേ ഇപ്പം മഹാലക്ഷ്മി. പറയുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? സീരിയസ്ലി പറയാം, മഹാലക്ഷ്മി ഒരു 100 ഗ്രാം പോലും ഇല്ല. കുറച്ച് കുറേ ബദാപരിപ്പും കാലം കുറച്ച് അണ്ണാക്കളോട്ട് തിരികെ കൊടു, വണ്ണം വെക്കട്ടെ തിന്നിട്ട്, സഹിക്കുന്നില്ലെങ്കിൽ. സീരിയസ്ലി പറയാം. എന്തോ എനിക്ക് ആ സ്ത്രീയെ കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. ഇതെല്ലാം കേട്ടും കണ്ടും അറിഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യം പറയാം ഉള്ള ബഹുമാനവും സ്നേഹവും കൂടെ പോയി. ആ ബിഷപ്പ് പറയുന്നുണ്ട് ഇവരവരെ വീട്ടിൽ പോലും കാണാറില്ലെന്ന്. ഇവർ നിരീക്ഷണം 10 ദിവസമൊക്കെ അവർ വീട്ടിലെന്ന്. എന്നിട്ട് പറയാം ഋതപ്പൻ്റെ കാര്യം. പിന്നെ ഇവരെ സ്വന്തം മോനെ ഇവരെ നോക്കാതെ ഇങ്ങനെ തേരാൻ ഇവരെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ? ഇവർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ മീനിങ് മേക്കപ്പ് ഇട്ട് ഡ്രസ്സ് വിട്ട് എവിടെ പിന്നെ ഉദ്ഘാടനം ഉണ്ടോ അവിടെ ഇങ്ങനെ സ്റ്റമ്പായിട്ട് കൊണ്ട് നിർത്തും. 10 മീഡിയ അവിടെ കൂടി അവിടെ ഇൻ്റർവ്യൂ ആവും. അതിനാണ് ഈ ആൾക്കാർ മൊത്തം ഇവരെ കൊണ്ടുപോകുന്നത്. ഒരിക്കലും നല്ല പോസിറ്റീവ് എനർജി അല്ല അവിടെ ഉണ്ടാവുന്നത്, നെഗറ്റീവ് എനർജിയാണ്. കാരണം ആ ഒരു സ്ഥാപനത്തിൻ്റെ അടിക്കാതിൽ എത്ര പേരാണ് ബാഡ് കമൻ്റ് അടിക്കുന്നത്? ഒരിക്കലും ഒരു പോസിറ്റീവ് കമൻറ്റ് അവർക്ക് വീഴുന്നില്ല. പിന്നെ ഇവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ വന്നിട്ട് കുറച്ച് സൂചിപ്പിക്കുന്ന കമൻറ്റ് പറയും. അത് ആ സിംഗിൾ ബോബനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കമൻറ്റാണ് അതൊക്കെ. അല്ലാതെ ഈ രേണുസുതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുക, നമ്മളൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത്, ചോറാണ് വാരി തിന്നുന്നത്, അല്ല മണ്ണല്ല എന്ന് എപ്പോഴും ചിന്തിക്കുക. കാരണം ആ പുള്ളി ആ ബിഷപ്പ് ഓരോന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിശയം വരും. എന്ത് ഡ്രാമയാണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന്. ഇവർ ഒരു കാര്യമില്ലാതെ ഒരു ഹിന്ദുവിനെ കൊണ്ടുവന്നൊരു ക്രിസ്ത്യൻ പള്ളിയിൽ അടക്കിയതല്ലേ? അത് തെറ്റല്ലേ ഇവർ ചെയ്തത്? അത് ഏറ്റവും വലിയ തെറ്റാണ് അവരാ ചെയ്തത്, അല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ വേറെ വല്ല മതത്തിലാരും എന്തെല്ലാം പ്രശ്നമായേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടായേനായിരുന്നു. എന്തോ ഒരു ഭാഗ്യം അങ്ങൊരു പ്രശ്നം ഉണ്ടാവാതെ അങ്ങനെ അങ്ങ് പോയത്. ഈ ഒരു സ്ത്രീയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പുള്ളി ഇങ്ങനെ ക്രിസ്ത്യനായ കാര്യങ്ങൾ നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ബിഷപ്പ് പറയുന്നത് ഇതിങ്ങനെ ഒരു ഉടായ്പ പള്ളിയാണെന്ന്. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ആ ഒരു പള്ളിയിലിരുന്ന ആൾ വെറും ഉടായ്പ അയാളുടെ സ്വത്തിൽ അങ്ങനെ എന്തോ ഒരു ഇതിൽ പറയുന്നുണ്ട്. അതിലുള്ളതാണ് ആ പള്ളി. അല്ലാതെ ഗവൺമെൻറ് അംഗീകാരമോ അങ്ങനെ ഒന്നും ഉള്ള സ്ഥാപനം അല്ല അത്. എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് ആലോചിക്കുക. സീരിയസ്ലി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഓടി നടന്ന് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇവരെന്താ നേടിയത്? ഇപ്പം അങ്ങനെ കൊണ്ട് ചെയ്താലും ഈ വാവിനും സൂചിയുടെ മകൻ പോയി അതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുമല്ലോ. ചെയ്യാതിരിക്കത്തില്ലല്ലോ, ചെയ്ത് കാണത്തില്ലേ? അന്നേരം ഇവരിങ്ങനെ കൊണ്ടുവച്ചിട്ട് എന്തെങ്കിലും അനുകൂലം ഉണ്ടായോ? സാധാരണ ക്രിസ്ത്യൻസിൽ ആൾക്കാർക്ക് അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഒരിക്കലും അവർക്ക് കർക്കിടക വാവിനും അങ്ങനെ ചടങ്ങില്ല. ഇപ്പോൾ ഈ സുചേട്ടൻ്റെ മകൻ പോയി ഇന്ന് എന്തായാലും വാവിന് പോയിട്ട് ആ പുള്ളിക്ക് വേണ്ടി ബലിതർപ്പണം എല്ലാം ചെയ്ത് കാണുമല്ലോ. കാണുമെന്ന് എൻ്റെ വിശ്വാസം. അച്ഛനോട് സ്നേഹമുള്ള മകനാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ചെയ്യും. കാരണം ആ ചെറുക്കൻ ജീവിക്കുന്നത് മൊത്തം ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു രീതിയിലാണ് ജീവിക്കുന്നത്.
തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ചേട്ടന്മാരോ പറയാതിരിക്കത്തില്ല മാനെ അത് പോയി ചെയ്യുമെന്ന് പറയും, തീർച്ചയായിട്ടും ചെയ്യും. അപ്പം ഇവർ ഈ രേണുസൂതി കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? എന്തെങ്കിലും ഒരു രീതി അവരെല്ലാം ചെയ്ത് കൂട്ടി വെച്ചിട്ട് മഹാലക്ഷ്മി ആവാൻ നടക്കരുത് കേട്ടോ. സീരിയസ്ലി പറയാം, മഹാലക്ഷ്മി ആവാൻ നടക്കരുത്. അത് വളരെ മോശമാണ്. ഈ മഹാലക്ഷ്മി എന്ന് പട്ടം കൊടുത്ത വ്യക്തിയുടെ കൂടെയാണ് പറയുന്നത്. ഒരാളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അയാളെക്കുറിച്ച് മറിച്ചും തിരിച്ചും ഒക്കെ ഒന്ന് ചിന്തിച്ചിട്ട് കൊണ്ടുവരിക. മനസ്സിലായി? നിങ്ങളെ ഒന്ന് ബഹുമാനിച്ച സ്ത്രീയായിരുന്നു. പക്ഷെ നിങ്ങളോടും കൂടെ ഞാൻ ഇത് പറയുന്നത്. കാരണം ഈ മഹാലക്ഷ്മിയെ കൊണ്ടുവന്നപ്പോൾ മഹാലക്ഷ്മി കാണിച്ചു കൂട്ടിയ പ്രവർത്തികളൊക്കെ എന്തൊക്കെയാണെന്ന് അതെപ്പോഴും ചിന്തിക്കുക. ചിന്തിച്ചിട്ട് മഹാലക്ഷ്മിയോ ഇല്ലെങ്കിൽ ഗണപതിയോ മുരുകനൊക്കെ ആക്ക്. ഓക്കെ, പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതൊന്നും കണ്ടിട്ട് പറയാതെ കേൾക്കാതെ ഇരുന്നാലേ നമുക്ക് ശരിയാവത്തില്ല. കാരണം ചില കാര്യങ്ങൾ പ്രതികരിച്ച് തുടങ്ങി പ്രതികരിച്ച് പോകും. എന്നെ ഇനി ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ കണ്ടാൽ മതി, എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. സീരിയസ്ലി പറയാം, നിങ്ങൾക്ക് ഇഷ്ടമാണ് എൻ്റെ വീഡിയോ കാണുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇത്രയാണ് കേസ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ ഫ്രണ്ട്സ് ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർ. അപ്പം എന്താ പറയുക, അപ്പം നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെയ്ക്കും ഓക്കെ, ബൈ ബൈ, ടാറ്റ.